ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചെറുപഴം കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ റെസിപ്പിയുമായിട്ട്. ഈ ഒരു ചൂട് സമയത്ത് നോമ്പിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ ഡ്രിങ്കാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം നമ്മളിവിടെ കുറച്ച് ചെറുപഴമാണ് എടുത്തിരിക്കുന്നത്. പഴം എടുക്കുമ്പോൾ നന്നായിട്ട് പഴുത്തിട്ടുള്ള പഴം തന്നെ എടുക്കാൻ ശ്രമിക്കുക. എത്രത്തോളം ക്വാണ്ടിറ്റി വേണമോ അതനുസരിച്ച് നമുക്ക് പഴം എടുക്കാം. പിന്നെ ഒത്തിരി അങ്ങ് പഴുപ്പ് കൂടിപ്പോയതെടുത്താൽ അത്രക്കങ്ങ് ടേസ്റ്റ് ഉണ്ടാവില്ല. നമുക്ക് ഏത് പഴം വേണമെങ്കിലും എടുക്കാം. ഞാലിപ്പൂവനോ അല്ലെങ്കിൽ കദളിയോ ഏതായിരുന്നാലും പ്രശ്നമൊന്നുമില്ല. പഴം ഫുള്ളും ഇതുപോലെ കട്ട് ചെയ്ത് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് കാഷ്നട്ടും ബദാമും കൂടെ വെള്ളം ഒഴിച്ച് 1 മണിക്കൂറോളം ഒന്ന് സോക്ക് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ്, ഇല്ലെങ്കിൽ ചേർക്കണമെന്നില്ല. കൂടെ തന്നെ 10 രൂപയുടെ ഒരു പാക്കറ്റ് ബൂസ്റ്റാണ് എടുത്തിരിക്കുന്നത്. ഇത് ഫുള്ളും ചേർക്കേണ്ട, ഇതിൻ്റെ പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് തേങ്ങാപ്പാലാണ് വേണ്ട. ഇപ്പോൾ ഒരു 1/2 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മധുരം ഇതിന് കറക്റ്റായിരിക്കും. ഇനി നമുക്ക് മിക്സി മൂടി വെച്ചിട്ട് ഇതൊന്ന് അടിച്ചുകൊണ്ട് വരാം. ഇതിലേക്ക് ചേർത്തിരിക്കുന്ന നട്ട്സൊക്കെ നല്ലതുപോലെ ഒന്ന് അരഞ്ഞ് കിട്ടണം. ഇതുപോലെ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങാപ്പാലും കൂടെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മൊത്തത്തിൽ 1/2 കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങാപ്പാലിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലതുപോലെ തണുപ്പിച്ച പശുവും പാൽ ഒഴിച്ചു കൊടുക്കാം. പക്ഷേ ഒന്നും കൂടെ ടേസ്റ്റ് തേങ്ങാപ്പാലാണ്. ഈ പാലും കൂടെ ചേർത്ത് ഇതൊന്നും കൂടെ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇതിപ്പം നല്ല സ്മൂത്തായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഇതിലേക്ക് കുറച്ച് കസ്കസ് സോക്ക് ചെയ്തെടുക്കണം. ഒരു ബൗളിലേക്ക് കുറച്ച് കസ്കസ് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് 5 മിനിറ്റോളം സോക്ക് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റിനുള്ളിൽ ഇത് കുതിർന്ന് കിട്ടും. അതിനുശേഷം ഒരു ബൗളിലേക്ക് 1 പാക്കറ്റ് ബദാം മിക്സാണ് എടുത്തിരിക്കുന്നത്. 1 ടീസ്പൂണോളം ഈ ബൗളിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് പാലൊഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതും കൂടെ ചേർത്ത് കഴിയുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. ഇനി നമുക്ക് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കസ്കസ് ഫുള്ളായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഈ ഒരു രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ചെറുപഴം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഇതിങ്ങനെ കുടിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഈ ഒരു തിക്നെസ്സിലാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇതിനി നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. ഈ ഒരു ചൂടിന് നോമ്പിനും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്കാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.